ഹായ് ഹലോ, ഞാൻ ഡോക്ടർ ഷംന സിദ്ദിഖ്. നല്ല കടുത്ത വേനലാണ്. നന്നായിട്ട് ചുട്ടുപൊള്ളുന്നുണ്ട്, മുഖമൊക്കെ ഇരുണ്ട് ഓടുന്നുണ്ട്, കരിവാളിക്കുന്നുണ്ട്, ചെറിയ ചെറിയ ഡ്രൈനസും ചൊറിച്ചിലുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴുത്ത്, കക്ഷത്തിൽ, കാലിൻ്റെ മടക്കുകളിൽ അല്ലെങ്കിൽ കൈയിൻ്റെ മുട്ടിൻ്റെ മടക്കുകളിലൊക്കെ വിയർപ്പ് തിങ്ങി നിന്നിട്ട് നന്നായിട്ട് ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു സീസണിൽ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളാണ്. പലപ്പോഴും മുഖവും കൈയിൻ്റെ ഭാഗവും ഒരു ഡിഫറെൻറ്റ് കളറായിട്ട് തന്നെ ഈ സമ്മർ സീസണിൽ മാറാറുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു ഭാഗത്തോട്ടാണ് ഈ വെയിൽ നന്നായിട്ട് എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മാത്രമല്ല വിയർപ്പും നന്നായിട്ട് തിങ്ങി നിന്നിട്ടാണ് ഈ ഒരു സീസണിൽ ആളുകൾക്ക് ദേഹമാസകലം ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ വിയർപ്പ് തിങ്ങി നിൽക്കുക, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ജലാംശം നന്നായിട്ട് പോയിട്ട് സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആകും. ഈ ഡ്രൈനെസ്സും നമ്മളെ ശരീരത്തിൽ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ സമ്മർ സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ജലാംശം കാര്യങ്ങൾ നിലനിർത്താനും നമ്മുടെ ആരോഗ്യം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഈ ടാനിങ് കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ ഈ ചൂട് കാലത്ത് ഒരു 3 മുതൽ 3.5 ലിറ്റർ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. മസ്റ്റായിട്ടും എല്ലാവരും 3 തൊട്ട് 3.5 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. പല നാട്ടിൽ ഒട്ടുമിക്ക പേരും എ സിയിലൊന്നും വർക്ക് ചെയ്യുന്നവരല്ല, പുറത്തൊക്കെ ഇറങ്ങി നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരും നന്നായിട്ട് വേർക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഒരു ജലാംശത്തിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു കയ്യിലൊരു വെള്ളം കുപ്പി കരുതുകയോ വെള്ളം നന്നായിട്ട് കുടിക്കാനോ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളം ഉൾപ്പെടുത്തുക. അതായത് നമ്മളെ കുക്കുംബർ, വാട്ടർ മെലൺ അല്ലെങ്കിൽ നമ്മളെ തേങ്ങാ വെള്ളം, കോക്കനട്ട് വാട്ടറൊക്കെ നന്നായിട്ട് കഴിക്കണം. അതിലൊക്കെ ഒത്തിരി ജലാംശം കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ജ്യൂസ് ഒന്നും കുടിക്കാതെ, ജ്യൂസ് കുടിക്കാൻ കുഴപ്പമില്ല, പക്ഷെ അതിൽ മധുരമൊക്കെ വരുന്നതുകൊണ്ട് എന്നും കുടിക്കുക എന്ന് പറയുന്നത് ഒരു ഹെൽത്തിയർ ഓപ്ഷൻ അല്ല. തീർച്ചയായിട്ടും മധുരം അധികം കഴിക്കാൻ പറ്റാത്ത ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളുണ്ടാവും. ഇനി ഡയബറ്റിക് അല്ലെങ്കിലും മധുരം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ്, പാക്ഡ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഈ കരിക്കിൻ ഷോപ്പുകളൊക്കെ കാണും. അവിടെ ഇറങ്ങിയിട്ട് കരിക്കിൻ്റെ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിലോട്ട് ഹൈഡ്രേഷൻ മാത്രമല്ല, നമ്മൾ നല്ല ഇലക്ട്രോലൈറ്റ് ബാലൻസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിലോ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലോ ഇനിയിപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ രാവിലെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സമയത്തോ ഉച്ചയ്ക്ക് ഒരു ഭക്ഷണം മീലൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു ജ്യൂസൊക്കെ കുടിക്കണം എന്ന് തോന്നുന്നവരൊക്കെ ആണെങ്കിൽ കരിക്കിൻ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ മൂത്രക്കടിച്ചിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു ബെറ്റർ എഫക്റ്റീവ് സൊല്യൂഷൻ ആണിത്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിലെ ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് കഴിക്കണം. അതായത് നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ്, ലെമൺ, അതുപോലെ തന്നെ ഓറഞ്ച്, സ്വീറ്റ് ലൈം പോലത്തവ. ഇത് നമ്മളെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ബെറീസ്, നമ്മുടെ സ്ട്രോബെറി, ബ്ലൂബെറി, നെല്ലിക്ക, ആംല പോലത്തവ കഴിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും. ആംല കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഇത് കുറച്ച് എക്സ്പെൻസീവ് ഓപ്ഷൻ ആയിരിക്കും നമ്മൾ ഈ സ്ട്രോബെറീസ്, ബെറീസ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല, വല്ലപ്പോഴും ഒക്കെ എടുത്ത് കഴിച്ചാൽ മതി. മറ്റ് എക്സ്പെൻസീവ് അല്ലാത്ത ഓപ്ഷൻസ് ആയിട്ടുള്ള നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ് പോലത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനി അടുത്തത് കെരോട്ടിനോയിഡ് റിച്ച് ഫുഡ്സ് ആണ്. അതായത് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യും. പക്ഷെ നാച്ചുറലായിട്ട് ഉള്ളിൽ നിന്ന് ഒരു സൺ പ്രൊട്ടക്ഷൻ എലമെൻറ്റ് തരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ കെരോട്ടിനോയിഡ് റിച്ച് ആയിട്ടുള്ള ഫുഡ്. ക്യാരറ്റ്, പംകിന്, സ്വീറ്റ് പൊട്ടാറ്റോ പോലത്തവയൊക്കെ കെരോട്ടിൻ റിച്ച് ഫുഡാണ്. ഇത് നമ്മൾ UV ഡാമേജിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ ഇടുന്നതോടൊപ്പം തന്നെ ഇത്തരം ഫുഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു നാച്ചുറൽ സൺ പ്രൊട്ടക്ഷൻ എലമെൻറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. അടുത്തത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസാണ്. അതായത് ഇലക്കറികൾ, പച്ചക്കറികൾ ധാരാളം ഈ സമ്മർ സീസൺ, ഈ ചൂട് കാലത്ത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമ്മളിപ്പോൾ സ്പിനാച്ച്, ലെറ്റ്യൂസ് പോലത്തെ ഇതെപ്പോഴും എല്ലാവർക്കും ഓപ്ഷണൽ അല്ല. ഇതെപ്പോഴും എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മുരിങ്ങയില, ചീരയില പോലത്തെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കറി വെച്ചിട്ടോ ഉപ്പേരി ആക്കിയിട്ടൊക്കെ കഴിക്കുന്നത്. ഇതിൽ വൈറ്റമിൻ A ഉണ്ട്, വൈറ്റമിൻ C ഉണ്ട്, ഒത്തിരി മിനറൽസും ഒത്തിരി ഹെൽത്തിയർ ഓപ്ഷൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇലക്കറികളും പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കണം നിങ്ങൾ ഈ ഒരു സമ്മർ സീസണിൽ കഴിക്കേണ്ടത്. അടുത്തത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അടുത്തത് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഈ വാൽനട്ട്സ്, ആൽമണ്ട്സ്, അതുപോലെ തന്നെ ഒലിവ് ഓയിൽ പോലത്തെ സംഭവങ്ങൾ, ഫിഷ് കാര്യങ്ങളൊക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ omega-3യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കും. അല്ലെങ്കിൽ നമുക്ക് മീനെണ്ണ ഗുളിക കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. മീനെണ്ണ ഗുളികയൊക്കെ വളരെ നല്ല ബെറ്റർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെ.
അതുപോലെ തന്നെ ചിക്കൻ, ഫിഷ് പോലത്തെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. നമ്മുടെ ഈ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ നിലനിർത്തുന്ന സംഭവമാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഈ കൊളാജൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പ്രോട്ടീൻ വേണം. നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക തന്നെ വേണം. അതുകൊണ്ട് ചിക്കനെ പോലത്തവ, ഫിഷ് പോലത്തവ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പൊരിച്ച് കഴിക്കാതെ നമ്മൾ വേവിച്ചിട്ടോ കറി വെച്ചിട്ടോ സൂപ്പാക്കിയിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. അധിക പേരും രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകും. ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നവരുണ്ടാവും, ഒത്തിരി നേരം ലേസി മടി പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. മറ്റ് ചില ആളുകൾ വർക്ക് ലോഡും പ്രഷറും സ്ട്രെസ്സും ആങ്സൈറ്റി ഒക്കെ കാരണം ഉറക്കം ഈ പറഞ്ഞ 6 to 8 hours നിന്ന് താഴെയായിരിക്കും. ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറക്കം കിട്ടാത്ത അവസ്ഥ, ഇങ്ങനെ നിന്ന് സഫർ ചെയ്യുന്ന രണ്ട് ടൈപ്പ് ആളുകളാണ് ജനറലി കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഈ ഉറക്കം എന്ന് പറയുന്നത് ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കില്ല. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. PCODക്കാർക്ക് PCOD മാറാതിരിക്കാൻ കാരണം തന്നെ അവരിൽ വരുന്ന ഈ ഒരു ഉറക്കത്തിൻ്റെ പാറ്റേണിൽ വരുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ PCODക്കാർക്ക് വരെ ഈ ഉറക്കം ശരിയാക്കി കഴിഞ്ഞാൽ PCOD ഒക്കെ പൂർണ്ണമായിട്ട് നന്നായിട്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓവർ ലേറ്റ് ആയിട്ട് കിടന്നുറങ്ങുക, ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക, അങ്ങനെ ഒരു സിസ്റ്റവും പറ്റില്ല. നമ്മളൊരു ബയോളജിക്കൽ ക്ലോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. രാത്രി ഒരു 10 മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10-11 മണി അതിനുള്ളിൽ ഉറങ്ങിയിരിക്കുക, നേരത്തെ തന്നെ എഴുന്നേൽക്കാനും വേണ്ടിയിട്ട് നോക്കുക. അല്ല, അടുത്ത നമുക്ക് ടാനിങ് പോക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നമ്മൾ ടാനിങ് പോക്കാൻ വേണ്ടിയിട്ട് ഈ ഐസ് പാക്സ് ഇല്ലേ, നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഫ്രിഡ്ജിൽ കിടക്കുന്ന ഐസ് പാക്സ് എടുക്കുക. ഇതൊരു ടവൽ പൊതിയുക. ഐസ് പാക്സ് ഒരിക്കലും ഡയറക്റ്റ്ലി നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതൊരു ടവലിൽ എന്ത് ചെയ്യുക? എടുത്ത് ഐസ് പാക്സ് പൊതിഞ്ഞതിന് ശേഷം ഈ ഫേസിൽ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഡാബ് ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെ? നമ്മുടെ കൈകളിലും ഒക്കെ ഡാബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. ഇത് സ്കിന്നിൽ വേലേറ്റിട്ടുണ്ടാകുന്ന ഈ ഡ്രൈനെസ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്നിൽ ഒരു നല്ലൊരു ഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതിനോടൊപ്പം തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി സ്കിന്ന് നല്ല ബ്ലഷ് ആൻഡ് ഗ്ലോയി ആക്കിയിട്ട് നിലനിർത്താൻ ചെയ്യും. മാത്രമല്ല സ്കിന്നിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യും. അടുത്തത് നമുക്കൊരു പാക്ക് നോക്കാം. സ്കിന്നിൻ്റെ ടാനിങ് കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള പാക്ക്. തൈര്, കടലമാവ്, അതുപോലെ തന്നെ നമ്മളെ ഈ നല്ല നാടൻ പച്ചമഞ്ഞൾ ഒക്കെ കിട്ടുമെങ്കിൽ തേനൊക്കെ ചേർത്തിട്ട് ഒരു ഫേസ് പാക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് അപ്ലൈ ചെയ്തിടാം. ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഓയിലി സ്കിന്നുള്ള ആളുകളാണെങ്കിൽ തൈര് മാറ്റിയിട്ട് പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്തിട്ട് ഈ സെയിം മിക്സ്ചർ തന്നെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒത്തിരി നേരം അങ്ങോട്ട് ഇടാൻ പാടില്ല. ഒത്തിരി നേരം ഇട്ട് കഴിഞ്ഞാലും അതിന് വലിയ ഒരു മാജിക്കൽ എഫക്റ്റ് ഒന്നും ഉണ്ടാവുമെന്നില്ല. ഒരു 10 to 15 മിനിറ്റ്സ് അത് ഡ്രൈ ആവുന്നത് വരെ ഇട്ടാൽ മതി. ഓവർ ഡ്രൈ ആവാൻ വേണ്ടി കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ക്രാക്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് നേരെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അടുത്തത് പറയുന്നത് നമ്മൾ വെള്ളരിക്ക അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. അതിൻ്റെ ഒപ്പം കുറച്ച് 1 ടീസ്പൂൺ റോസ് വാട്ടറും 1 ടീസ്പൂൺ ഗ്ലിസറിനും ഇട്ട് കഴിഞ്ഞ് ഒരു പാക്ക് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം റിൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ടാനിങ്ങിന് നല്ലൊരു എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്നതാണ്. ഈ ചൂട് കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ സ്കിന്നിന് വേണ്ട പ്രോപ്പർ ഹൈഡ്രേഷനും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് ചുക്കിച്ചുളിയുന്നതും പ്രായമാവുന്നതും കറുത്ത് ഇരുണ്ട് മൂടുന്നതും ഒക്കെ നമുക്കൊരു പരിധി വരെയൊക്കെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും അടുത്തതായിട്ടൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.